പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം എന്തെങ്കിലും വിട്ടുവീഴ്ചയ്ക്കുണ്ടോ? വേറെന്തെങ്കിലും സംബന്ധിച്ചുള്ള ചർച്ചകൾ? ഒരു മാറ്റവുമില്ല. വേറെ എന്താ ഉള്ളത്? ചോദിച്ചല്ലോ, ചോദിച്ചത് നിങ്ങൾ കേട്ടില്ല. ആ ചോദ്യം ഉണ്ടായി, ഉത്തരവുണ്ടായി. ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. പ്രത്യേകിച്ചൊന്നും അതേപ്പറ്റി ഇപ്പം പറയാനില്ല. ആവശ്യം ഗൗരവമുള്ള ആവശ്യമാണ്. ഗൗരവമായിട്ട് CPI മുന്നോട്ട് വെച്ച ഒന്നാണ്. അതിപ്പോഴും അതേ ഗൗരവത്തോടെ നിലനിൽക്കുന്നു. CPI ഉറച്ചു നിൽക്കുന്നു. അതെന്താ ഉള്ളത്? അതിന് തുടർ നടപടികൾ എന്തെങ്കിലും ബാക്കിയുണ്ടോ? നിലവിലുള്ള ചർച്ചകളോ മറ്റോ? ജീവിതം എന്ന് പറഞ്ഞാൽ അത് മുന്നോട്ട് ഇങ്ങനെ പോവുകയാണ്. അതിനകത്തിപ്പം ഫുൾ സ്റ്റോപ്പ് ഇപ്പോഴാന്ന് പറയണ്ട. ഫുൾ സ്റ്റോപ്പ് ഇപ്പോഴില്ല. നോക്കാം, നമുക്ക് നോക്കാം. LDF-നകത്ത് എല്ലാവർക്കും അറിയാം, അടിസ്ഥാനം രാഷ്ട്രീയമാണ്. രാഷ്ട്രീയ നിലപാടുകളും ഉൾക്കാഴ്ചയുമാണ്. എല്ലാത്തിൻ്റെയും കാതൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സംസ്കാരവും ബോധവുമാണ്. അതെല്ലാമാണ് ഏത് വിഷയങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ, എല്ലാ തർക്കങ്ങൾക്കും പരിഹാരമാരായുമ്പോൾ CPI നയിക്കുന്ന കാഴ്ചപ്പാട് അതാണ്. അതുകൊണ്ട് CPIക്ക് തികഞ്ഞ ശുഭപ്രതീക്ഷയുണ്ട്. എന്ത് മാറ്റം? LDF ഒരു മാറ്റം ഉണ്ടാവില്ല. LDF ആയിട്ട് പോകും. അതല്ല, ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷവും CPM മാറ്റത്തിന് ശ്രമിക്കുന്നില്ല എന്നുള്ളൊരു വിമർശനം ഒരു ഭാഗത്തൊന്നും ഉയർന്നുണ്ടല്ലോ. CPIക്ക് അക്കാര്യത്തിൽ എന്താണ്? നിങ്ങളിവിടെ ജീവിക്കുന്നത് CPM-ന്റെ എല്ലാ കമ്മിറ്റികളും, എല്ലാ ഘടകങ്ങളും, മുകളിലും താഴെയുമുള്ളവ പലവട്ടം കൂടിയത് സംഭവിച്ച പരാജയത്തെപ്പറ്റി പഠിക്കാൻ വേണ്ടിയാണ്. CPI-യും ആ പ്രക്രിയയിലാണ്. ഒരു പരാജയത്തിൻ്റെ മുമ്പിൽ മണ്ണടച്ചു പിടിക്കാതെയും വെറും വാക്ക് പറയാതെയും എവിടെയാണ് പാളിച്ച പറ്റിയതെന്ന് ഇത്രയും ഗൗരവമായി പരിശോധിച്ച, ബന്ധപ്പെട്ട രംഗത്ത് മാറ്റം വരുത്തണമെങ്കിൽ ആ മാറ്റം വരുത്താൻ എല്ലാം തയ്യാറായ പാർട്ടികൾ ഇടതുപക്ഷ പാർട്ടികളായ CPM-ഉം CPI-യും മാത്രമാണ്. ആ പാർട്ടികളുടെ ആ രാഷ്ട്രീയ നീക്കത്തെപ്പറ്റി, നയത്തെപ്പറ്റി, അനുഭവത്തെപ്പറ്റി നല്ല വാക്ക് പറയാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഈ ശബരിമല സ്വർണ്ണക്കള്ള കേസിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N. പ്രശാന്തോടൊപ്പം തന്നെ ബോർഡ് മെമ്പറെ അജികുമാറും അറസ്റ്റിലായോ? ആ വാർത്ത ശരിയാണെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അന്വേഷണ വിധേയമായി ആ പാർട്ടി അംഗത്തെ സസ്പെൻഡ് ചെയ്യും. പാർട്ടി ആ വാർത്ത ശരിയാണെങ്കിൽ. വഖഫ് വിഷയത്തിൽ UDF നയിക്കുന്നത് BJP താല്പര്യങ്ങളാണ് UDF സർക്കാർ നയിക്കുന്നത്. എല്ലാ രംഗത്തും കാണുന്ന കാഴ്ച അതാണ്. നെഹ്റുവിൻ്റെ പേര്, പക്ഷെ ഗോഡ്സെയുടെ ഊര്, ജീവൻ, ഗോഡ്സെയുടെ ജീവനാണത്. നെഹ്റുവിൻ്റെ പേര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ RSS-ൻ്റെയും ഗോഡ്സെയുടെയും ഗോൾവാക്കറുടെയും എല്ലാം ആശയങ്ങളാണ് UDF-നെ നയിക്കുന്നത് എല്ലാ കാര്യത്തിലും. വഖഫിലും അത് തന്നെയാണ്. BJP എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവർത്തനമാണ് മുഖ്യമന്ത്രി അതേപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. മുമ്പേ ഗമിക്കുന്ന BJP-യുടെ പിമ്പേ ഗമിക്കുന്ന മുഖ്യമന്ത്രിയായി കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി മാറിയ സ്ഥിതിയെപ്പറ്റി കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള ഗാന്ധി നെഹ്റു ചിന്തകളുള്ളവർ ചിന്തിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ സുപ്രീം കോടതിയിൽ കേരളം പറഞ്ഞിരിക്കുന്നത് വഖഫ് നിയമത്തിലെ സെക്ഷൻ 14 നടപ്പാക്കുന്നതിന് എതിർപ്പില്ല എന്നുള്ളതാണ്. മുസ്ലിങ്ങൾ അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നതിൽ എതിർപ്പില്ല എന്ന് അറിയിച്ചിരിക്കുന്നു. അത് ഇതിലൊരു ഇരട്ടത്താപ്പുണ്ട് എന്ന് തന്നെയല്ലേ? ആർക്ക്? സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് BJP-യുടെ താല്പര്യങ്ങൾക്കെതിരായിട്ട് നിൽക്കാൻ
ഇവിടുത്തെ കോൺഗ്രസ് നയിക്കുന്ന UDF ലീഗുള്ള UDF മുട്ടുമുട്ടിയിരിക്കും. അതാണ് വിഷയം. കോൺഗ്രസ് ഇങ്ങനെ വഴിമാറി പോകുമ്പോൾ, BJPയുടെ പിന്തുണക്കാരനായി പോകുമ്പോൾ ലീഗ് കാണിക്കുന്ന വിധേയത്വം അത് ലീഗിനെ എവിടെ എത്തിക്കുമെന്ന് കണ്ടറിയണം. ഇത് PMCയിലും കണ്ടതാണ്. PMCയിലും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി PMC നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ആർക്കും അത്ഭുതമില്ല. കേരളത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് BJPയെ വലിയ അളവോളം ഭയപ്പാടാണ്. വിദ്യാഭ്യാസം പോലെ രംഗത്ത് അതുകൊണ്ട് BJP അജണ്ട, RSS കാര്യപരിപാടി നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന PMCയോട് അദ്ദേഹത്തിന് കൂറുണ്ടാകാം. പക്ഷെ ലീഗ് എന്തു പറഞ്ഞുകൊണ്ടായിരിക്കും ഈ BJP അനുകൂലമായ നയങ്ങളെ പിന്താങ്ങാൻ പോകുന്നത്? ശരിക്കും പറഞ്ഞാൽ സാമർഥ്യമേറും ലീഗിനെ കൊണ്ട് കോൺഗ്രസ് BJP അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ കൗശലമാണ് നമ്മൾ കാണുന്നത്. ആ കൗശലത്തിൻ്റെ നിസ്സഹായ ഇരയായിട്ട് ലീഗ് മാറുന്ന കാഴ്ച എല്ലാവരും അത്ഭുതപ്പെടുത്തുന്നുണ്ട്, ഞങ്ങളെയും. ഈ വഖഫ് വിഷയത്തിൽ മുഖ്യമന്ത്രി ഒരു ഇരട്ടത്താപ്പ് സമീപനമാണോ സ്വീകരിക്കുന്നത്? കാരണം കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഈ സത്യവാങ്മൂലം നൽകിയതാണ് 2 അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താൻ എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി പറയുന്നത്. ആ പ്രസ്താവന സത്യവിരുദ്ധമാണ്.